നമസ്കാരം നമസ്തേ. രാവിലെ 7 മണിയായപ്പോഴേക്ക് എത്തി പുഷ്കരത്തിൽ അജിനി 16 മണിക്കൂർ ട്രെയിൻ ട്രാവല്. തിരക്കൊന്നുമായിരുന്നില്ല, ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. ഇനി റൂം എടുക്കണം. എന്താണ് പരിപാടികൾ ലൈനിൽ പറയാം. നമ്മൾ ഇപ്പോൾ എവിടേക്ക് പോകണമെന്നുള്ളത് ലൈനിൽ കാണാം. എവിടേക്ക് പോകണോ? ഇനി ചായ കുടിക്കണം, ഫ്രഷ് ആവണം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം. കാഴ്ച സീനാണ്. അവരുടെ അടുത്തൊന്നും മിണ്ടാൻ നിൽക്കരുത്. സ്റ്റേ വേണോ, എന്താണ് സ്റ്റേ വേണോ, പിന്നെ ഡ്രോപ്പ് ചെയ്യണോ, ബസ് സ്റ്റാൻഡിൽ പോകണോ? അതിന് ഓടിച്ചിട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ലയോ? ആക്ച്വലി ഞങ്ങൾ പൈസ സേവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് നോക്കിയിട്ട് നടക്കാനുള്ള പ്ലാനാണ്. നാളെ നൈസൊരു സോ അങ്ങനെ ബസ് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ പുഷ്കറിലേക്ക് പോയിട്ട് ചായ കുടിക്കണം. ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ. സോ വണ്ടി പോട്ടെ അടുത്ത്. സോ നമ്മൾ അജ്മീരിൽ നിന്ന് ഇത് ഒരു കാലത്തോടെ പുഷ്കറിലേക്ക് എത്തിയതാണ്. ഇവിടെ പുഷ്കർ ലേക്കിൻ്റെ അടുത്ത് വന്നു, റൂം എടുത്തു, വയ്യായിരുന്നു, കിടന്നുറങ്ങി, റെസ്റ്റ് എടുത്തത് ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ. സോ പുറത്ത് പോകാൻ പോകണം. ആൻഡ് നമ്മളിവിടെ ഇപ്പോൾ സ്റ്റേ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊണാലിസ ഹോസ്റ്റൽ. ആൻഡ് ഇതിൻ്റെ ഓണറാണ് ഭയ്യ. യുവർ ഗുഡ് നെയിം? രമേഷ്. ആൻഡ് ആളാണ് കേട്ടോ. നമുക്ക് റൂം റെൻറ്റ് വരുന്നത് ജസ്റ്റ് 250 വരുന്നുള്ളൂ പെർ ഹെഡ്. പിന്നെ ഹോളി ചെയ്തുകൊണ്ട് നാളെ തൊട്ട് കുറച്ചുകൂടി എക്സ്പെൻസ് ആവുമെന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് എന്താ അവസ്ഥ നോക്കിയിട്ട് ചെയ്യാം. ആൻഡ് ഇതാണ് കേട്ടോ. അതിൻ്റെ ജസ്റ്റ് ചെറിയൊരു എൻട്രി ആയിട്ട് കാണുന്നുള്ളൂ, പക്ഷേ ഉള്ളിലേക്ക് റൂം ഉണ്ട്, അത് കാണിച്ചു തരാം. അവിടെ നിന്നാണ് കയറി വരുന്നത്. ലൈക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതും കാണാം. അതിൻ്റെ ഇവിടെ റൂംസ് ഉണ്ട്. ഇതൊക്കെ റൂംസോ നൈസ് ആംബിയൻസുകളുണ്ടോ. ഹിപ്പീസിൻ്റെ ഒരു ആംബിയൻസ് ഇതിൻ്റെ ഉള്ളുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഓഫീസ് വരുന്ന ലൈക്ക് ഇത് എൻട്രൻസ്. ഇതൊരു റൂമിലേക്കുള്ള എൻട്രൻസ് ആണ്. മേളിലേക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആംബിയൻസ് ഗൈസ്. ഇതൊരു റൂമാണ്, ഇവിടെ ഒരു റൂം വരുന്നുണ്ട്. ആൻഡ് സീ ദിസ് പ്ലേസ്. ഈ ഒരു പ്ലേസ് ഉണ്ടോ? നമുക്കൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഇത് കഥയൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലമാണ്, മനസ്സിലായോ? ആൻഡ് കിച്ചൺ. ഇത് കയറി വരുമ്പോൾ എൻട്രൻസ് ആട്ടോ ഇവിടുത്തെ. ആൻഡ് മേളിലേക്കുണ്ട് അപ്സ്റ്റേഴ്സ്. നോക്കാം. അപ്സ്റ്റേഴ്സിലൊക്കെ ഇരിക്കാനായിട്ട് അടിപൊളി സ്പോട്ട് ഉണ്ട് കേട്ടോ. ലൈക്ക് നമുക്ക് സംസാരിച്ചിരിക്കാനായിട്ട്, കമ്പനി പിടിച്ചിരിക്കാൻ. നമുക്ക് ഇവിടുത്തെ വൈകിട്ടത്തെ വൈബ് എന്താ നോക്കാം. ലൈക്ക് ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹായ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യണ റൂം. സ്റ്റാൻഡിൻ്റെ മേളിലുള്ളൊരു ലൊക്കേഷനാണ്. ഈവനിങ് ആകുമ്പോൾ ഇവിടെ വന്നിരിക്കാം, നമുക്ക് ഇരിക്കാൻ പറ്റിയ ലൊക്കേഷനാണ്. പിന്നെന്താ നമ്മുടെ ലേക്ക്. ഈ ബിൽഡിങ്സിൻ്റെ ഗ്യാപ്പിൽ ലേക്ക് വരുന്നുണ്ട്. അവിടേക്ക് നമുക്ക് ഇറങ്ങാം. എല്ലാം കുറച്ച് പഴയ ബിൽഡിങ്ങോ, നല്ല രസമുണ്ട്. ഏതൊരു വീട് ഹോം സ്റ്റേക്ക് പറ്റിയതോ. സോ ഇവിടെ രാത്രി ഒന്നിരിക്കാം.
ഫോറിനേഴ്സ് ആട്ടോ, ഫുള്ള് ഫോറിനേഴ്സോ, ലോട്ട്സ് ഓഫ് ഫോറിനേഴ്സ് ഉണ്ട്. നാട്ടിൽ നിന്നുള്ള ചേക്കന്മാർ വീട് വിടിയോ, നാട്ടിൽ വിടിയോ? ഫോട്ടോ വെച്ച് രണ്ടാളും ഫോട്ടോ വെച്ച് കേട്ടോ. നമുക്ക് പരിചയപ്പെടാം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് അവരിപ്പോൾ ഒന്ന് കയറുള്ളൂ, അതിൻ്റെ തിരക്കിലാണ്. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പേഴ്സണലായി പരിചയപ്പെടാം. ഫോറിനേഴ്സൊക്കെ ഉണ്ട്. ഇത് 2 റൂംസാണ്. അതിൻ്റെ ഇവിടേക്ക് ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. ഇവിടെ ഇരിക്കാനുള്ളൊരു ലൊക്കേഷൻ ഉണ്ട്. ഇതൊക്കെ റൂംസാണോ, നല്ല ഏത് കിട്ടില്ല ആംബിയൻസ്. നമുക്ക് ലൈക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരിക്കുന്നു നേരം പോക്ക് കളയാൻ പറ്റിയൊരു ആംബിയൻസ് ഇല്ലേ, ഇവിടെ ഉണ്ട്. പിന്നെ പറഞ്ഞില്ലേ സ്റ്റേക്ക് ഇന്നിപ്പോൾ ചീപ്പ് റേറ്റ് വരുന്നുള്ളൂ, ജസ്റ്റ് 250 വരുന്നുള്ളൂ. പക്ഷെ നാളെ തൊട്ട് പേയ്മെൻറ്റ് കൂടും. ലൈക്ക് ഹോളി സ്റ്റാർട്ട് ചെയ്യല്ലേ, അപ്പം അതിൻ്റെ കുറച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ മനസ്സിലാവും. പെർ ഹെഡ് ആട്ടോ 250, പെർ ഹെഡ് 250 ആയിട്ട് നമ്മൾ വെച്ചണം. പിന്നെ അതാണ് നമ്മൾ സ്റ്റേ ചെയ്യണ റൂം. അല്ലെങ്കിൽ ഇട്ടിരിക്കുക കുഴപ്പമില്ല, നല്ല ബെഡ് സ്പേസ് ഉണ്ട്. സോ ഇതുണ്ടോ വേൾഡ് മാപ്പ് ഉണ്ട്. നമ്മുടെ ഡ്രീമാണ്. അവർ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുമോ. സോ നമുക്ക് പുറത്തേക്ക് പോവാം. ഗുരുദ്വാര ഉണ്ട്, ഗുരുദ്വാരയിൽ പോയി ഫുഡൊക്കെ കഴിക്കട്ടോ. എന്താ അവസ്ഥ ഒന്ന് ഗുരുദ്വാര നോക്കാം. സോ ഇതാണ് മൊണാലിസ ഹോസ്റ്റൽ. ലൈക്ക് ഇവിടെ പുഷ്കർ ലേക്കിൻ്റെ അടുത്ത് വന്നിട്ട് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും മൊണാലിസ ഹോസ്റ്റൽ. 2 പയ്യന്മാരാണ്, അടിപൊളി പയ്യന്മാരാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ കഫേ ഉണ്ട് മേളിൽ, അതുകൊണ്ടോ താളി, ഇന്ത്യൻ ഫുഡ്, മഞ്ചൂരിയൻ, വെജ്, നോൺ വെജ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. സോ ഗൈസ് നമുക്കപ്പോൾ ലേക്കിൻ്റെ അവിടേക്ക് ഇറങ്ങാം. നൈസായിട്ടൊരു ഷോപ്പിംഗ് ചെയ്യാന്ന് വെച്ചു. ഷോപ്പിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഐറ്റംസ്. നമ്മളിപ്പോൾ പുഷ്കർ ലേക്കിൻ്റെ അവിടെയാണ്. പുഷ്കർ ലേക്കിൻ്റെ ഇവിടെ ചെറിയൊരു ടെമ്പിൾ ഉണ്ട്. ആക്ച്വലി ലേക്കിൻ്റെ അവിടെ ഓൾമോസ്റ്റ് ടെമ്പിളാണ്, ഘാട്ടൊക്കെ ആയിട്ടാണ് ഉള്ളത്. സോ നമ്മളൊരു ടെമ്പിളിൻ്റെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടേക്ക് ഇറങ്ങിയിട്ട് ചെറിയൊരു പ്രയറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ലൈക്ക് അടുത്ത് പോയി വിഷ്വൽസൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, ചെരുപ്പിടാൻ പാടില്ല കേട്ടോ, ഷൂ ഇടാൻ പാടില്ല. ഷൂ ഒക്കെ കൂടെ ഉരുട്ട് വെച്ചിട്ട് വേണം പോകാനായിട്ട്. ലോട്ട്സ് ഓഫ് ഫോറിനേഴ്സാണ്. ഫോറിനേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഒരുപാട് ഫോറിനേഴ്സ്. കുറേ പേരൊക്കെ നമ്മുടെ കൾച്ചറിലേക്ക് ചേഞ്ച് ആയി എന്നുള്ള ഒരു മൂഡിലാണ്. സ്പിരിച്വലി കേട്ടോ, സ്പിരിച്വലി നമ്മുടെ കൾച്ചർ ആക്സെപ്റ്റ് ചെയ്തിട്ട് കുറേ ഫോറിനേഴ്സ് വന്നിവിടെ നടക്കുന്നുണ്ട്. ഒരു ഗുഡ് വൈബ് തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മൾ രാജസ്ഥാനിൽ വന്നിറങ്ങിയത് ഇറങ്ങുമ്പോൾ തന്നെ കിട്ടുക ഒരു ഗുഡ് വൈബ്, പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഉണ്ട് ഇവിടെ. നമ്മൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. അതിൻ്റെ പരിപാടി നടക്കണ്ട, സ്പിരിച്വൽ ആയിട്ടുള്ള പരിപാടി. അതിന് പറ്റിയ ഒരു ആംബിയർ കൂടെ. എന്ത് രസം ലൈഫിൽ. ഇത് പീസ്ഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലത്ത് വന്നിരുന്നാൽ മതി. വെറുതെ കുറച്ചടി ഇരുന്നുണ്ടെങ്കിൽ
ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിലേക്ക് വരും. ഒന്നുമില്ലാത്ത ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ആ സാധനം കിട്ടും. ഗാർഡ്സ് ആണ് കേട്ടോ, ഓൾമോസ്റ്റ് ഗാർഡ്സ് ആണ്. രാവിലെ വന്നപ്പോൾ ഇവിടെ ലൈക്ക് ആൾക്കാരും മരിച്ചിട്ട് നമ്മൾ പരിപാടികൾ ചെയ്യില്ലേ, കർമ്മങ്ങൾ ചെയ്യില്ലേ. അപ്പം അതിലുള്ള 2-3 പരിപാടികളൊക്കെ ഇവിടെ കണ്ടു. വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ. സോ നമ്മളിത് ഈ ലേക്കിന് ചുറ്റും കവർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ടെമ്പിളിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട്, അടുത്ത ടെമ്പിളിൽ. ചുറ്റിനും ടെമ്പിൾസാണ്. പിന്നെ അവിടെ ഒരു ഗുരുദ്വാര ഉണ്ട്, ഗുരുദ്വാരയിൽ പോകണം. ഗുരുദ്വാരയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം, ലൈക്ക് അവിടുത്തെ പ്രസാദം കഴിക്കണം. ആൾക്കാർ പറയാറില്ലേ, ഗുരുദ്വാര ഉള്ളിടത്തോളം കാലം മനുഷ്യർ പട്ടിണി അടങ്ങില്ലെന്ന്. 2-3 ആൾക്കാർ ഞാൻ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞല്ല കേട്ടോ. അതേമാതിരി തന്നെ ഗുരുദ്വാര ഉണ്ടെങ്കിൽ ഒരാളും പട്ടിണി അടങ്ങില്ല. സോ നമ്മളടുത്ത ടെമ്പിളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒറ്റ സർക്കിളിൽ തന്നെ ഒരുപാട് ടെമ്പിൾസ് ഉണ്ട് കേട്ടോ. വിഹരതോ രൂപാണി സർവഹാനിതഃ ജ്ഞാഹോ സ്വൈരനുരൂപരു ലോകഗൂഢഹാനിതി ആകാരത്രയസമ്പന്നാം അരവിന്ദനിവാസിനീം അശേ ജഗദീശ്വരമന്ദേ വല്ലഭാം ആകാരത്രയസമ്പന്നാം അരവിന്ദനിവാസിനീം അശേ ജഗദീശ്വരമന്ദേ വല്ലഭാം നമ്മുടെ കൂടെ 2 പേരുണ്ടായിരുന്നു, അവര് കാണാനില്ല. ഇത് അടുത്ത ടെമ്പിളാണ്. യെസ്, ഗണപതിയാണ് പ്രതിഷ്ഠ. താഴ്കിറങ്ങാം. ആൾക്കാർ ഇങ്ങനെ പോ, ഇങ്ങനെ പോ, അതില് വായു. ഈ ഒരു പാട്ട് കണ്ടില്ലേ, ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ലൈക്ക് മരിച്ചു കഴിഞ്ഞിട്ട് കർമ്മങ്ങൾ ചെയ്യില്ലേ, ആ ഒരു ഭാഗത്തിനായിട്ട് കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് കേട്ടോ. എന്തിട്ടല്ലേ, ഇതാണ് പുഷ്കർ ലേക്കിന്റെ വ്യൂ, 360 വ്യൂ. ലേക്കിന് ചുറ്റും ഗാർഡ്സ് ആണ്. ഒരു ഗാർഡൊന്നുമല്ലോ, കുറച്ച് അധികം ഗാർഡ്സ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മീനുണ്ടല്ലോ. ഉള്ളി കൂടെ കറി श्री कैके परांबा की जय, श्री कीर्तन महाराज की जय, श्री कुशध्वज महाराज की जय, श्री सुनैना मैया की जय, श्री चंद्रभागा मैया की जय, श्री वशिष्ठ की जय. കൊള്ളാലേ, നല്ല ആംബിയൻസ് ആണ് ഇവിടെ, നല്ല ആംബിയൻസ്. നമ്മുടെ പൂർവികര് പണിത
അവരുടെ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിട്ട് അതിലൊരു ഹാപ്പിനെസ് കിട്ടണത്. ലൈക്ക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇല്ല കാണുമ്പോൾ ഓ മൈ ഗോഡ് ഇതെങ്ങനെ സാധിച്ചു, ഇതെങ്ങനെ ചെയ്തു എന്നുള്ളൊരു തോട്ട് നമുക്ക് എനിക്ക് വരാറുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ഞാൻ അത് കാണാനായിട്ട് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനത്തെ ഒരു വൈബ് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നൈസ്. നല്ല ഫോട്ടോ ഫ്രെയിമിനുള്ള സ്ഥലം. നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം, ലേക്കിൻ്റെ ഇവിടുന്ന്. അത് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്. ലൈക്ക് ആളെ അതിൻ്റെ ഉള്ളിൽ വരച്ചോണ്ടിരിക്കുക ടീഷർട്ടിൽ യു വി പ്രിൻസ് വരച്ചോണ്ടിരിക്കുന്നുണ്ട്. നൈസുണ്ട്, ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എടുക്കണ്ട പോകാൻ പറയും. There's something different in India. Our parents don't allow us to go. There's something uncontrollable population. I started to travel alone at the age of 9. Hi guys, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. സമയം 10 മണി. ആക്ച്വലി ഒരു 3 ഫോറിനേഴ്സിൻ്റെ കൂടെ സംസാരിച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്നെ എത്ര നേരം സംസാരിച്ചിരുന്നു നോക്കാതെ. ഞാൻ ഒന്നും വേണ്ടിണ്ടായിരുന്നില്ല, സംസാരിക്കേണ്ടായിരുന്നത് ഇവരേക്ക്. ഇത് ഫ്രണ്ടി പോണു കണ്ടോ, 2 ഫോറിനറും ഒരു ഇന്ത്യൻ ഫോറിനറും ഫുഡ് അടിക്കാൻ പോയി. സംസാരിച്ച് നമ്മൾ കഴിക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ അവരും കൂടെ വരാന്നുള്ളത്. സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എന്തോ പ്രോഗ്രാം ഉണ്ട് കേട്ടോ, കിട്ടില്ല പ്രോഗ്രാം ഉണ്ട്. ഇത് അവിടുത്തെ കാഴ്ചകൾ കാണാൻ പറ്റും.
ഹോട്ടലാണ് ഗൈസ്. കിച്ചണാണ് കേട്ടോ. നമുക്ക് പുറത്തിരിക്കാം. വെയിറ്റിംഗ് ഫോർ ഫുഡ്. ഞാൻ സ്പെഷ്യൽ താളി പറഞ്ഞിട്ടുണ്ട്, 2-3 സ്പെഷ്യൽ താളി പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ താളിയിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് പറയാം കേട്ടോ. നോർമൽ താളി ഉണ്ട്, നോർമൽ താളിക്ക് 100 രൂപ, സ്പെഷ്യൽ താളിക്ക് 140 രൂപ. മെനു കാണിച്ചു കേട്ടോ. വെറൈറ്റി മെനൂസാണ്. വെറൈറ്റി മെനു ഒന്നുമില്ല, എന്നാലും നോർമൽ ആലു പൊറോട്ട എന്നാണ്, ശരിക്കും പൊറോട്ട എന്നാണ്. പക്ഷെ ഇതിൽ എഴുതിയിരിക്കണത് എന്തിനാ എഴുതിയിരിക്കണേ? ആലു പറാത്ത, कीमा पराठा, आलू पराठा, हिंदी है. ആക്ച്വലി ഇതിൽ കണ്ട ഒണിയൻ പൊറോട്ട, ഗോബി പൊറോട്ട, പനീർ പൊറോട്ട. പക്ഷെ പൊറോട്ട ഒക്കെ ആട്ട വെച്ചുണ്ടാക്കുന്ന കേട്ടോ. പിന്നെന്താ വെജ് മാഗി, പാവ് ബജി, എന്നിട്ട് ചോൾ ഭട്ടൂര, പനീർ പക്കൂര, छोला भटूरा. ലസ്സി ഉണ്ടല്ലോ, സ്പെഷ്യൽ ലസ്സി, സ്പെഷ്യൽ ലസ്സി എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടിട്ടായിരുന്നു. അത് മാജിക് ലസ്സി എന്ന് പറയണം. നാളെ ട്രൈ ചെയ്ത് നോക്കണം. ബട്ട് ഇറ്റ്സ് കോസ്റ്റ്ലി, ലൈക്ക് നല്ല പൈസ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ്. പക്ഷെ ലഹരിക്ക് നമ്മൾ താല്പര്യമില്ല, സപ്പോർട്ട് ചെയ്യാറില്ല. സോ ചിലപ്പോൾ ട്രൈ ചെയ്യുള്ളൂ. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും. 3 okay. 1, 2, How much? 3. Actually 3 for you. ഫുഡ് വന്നിട്ടുണ്ട്. റൊട്ടി, പനീർ കറി, വെജിറ്റബിൾ മിക്സ് കറി ആൻഡ് തൈര്, പരിപ്പ് കറി ആൻഡ് റൈസ് ഉണ്ട്. ഓക്കെ, സോ ഫുഡ് വന്നിട്ടുണ്ട്. സോ നമ്മുടെ സ്പെഷ്യൽ ഫുഡ് എന്തൊക്കെയാ നോക്കാം. റൊട്ടി ഉണ്ട്, ചാവലുണ്ട്, പനീർ കറി ഉണ്ട്, വെജിറ്റബിൾ തൈരുണ്ട്, പരിപ്പ് കറി ഉണ്ട്, വെജിറ്റബിൾ മിക്സ്. നല്ല അടിപൊളി ഒരു മാസം റെഡി ചെയ്യാൻ വേണ്ടി ഒരു പനീർ കറി. ഒന്നിനും മോശമല്ല, നല്ല അടിപൊളിയുണ്ട്. ഇത് സ്പെഷ്യലാട്ടോ, റൊട്ടിയും തൈരും. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഫുഡാണ്. ആൻഡ് നെക്സ്റ്റ് വൺ പ്ലീസ് പരിപ്പ് കറി, സ്വന്തം തലി കറി, വെറൈറ്റി രീതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. കുറച്ച് ചാവൽ, അത് നമുക്ക് കുറച്ച് പനീർ കറിയിടാം. ബിൽഡിങ്ങിന്റെ ഇന്റീരിയർ വർക്കൊക്കെ വിടൂലേ? ഒറ്റക്കപ്പോ സെൽഫായിട്ട് വർക്കറിനെ നിർത്തിയിട്ട് ചെയ്യിപ്പിക്കും. കഴിക്കട്ടെ ഞാനിപ്പോൾ. ഓക്കെ, അടിപൊളി ഫുഡ്. എന്തൊക്കെയാ ഇറപ്പം ബിൽഡിംഗ് ഓഫീസ് കൊമേഴ്ഷ്യലും റെസിഡൻഷ്യലും രണ്ടും ചെയ്യാറില്ല. ചപ്പാത്തി തൈരും ചപ്പാത്തി. മെയിൻ സാധനം പരിചയപ്പെടുത്താൻ പറഞ്ഞു. അച്ചാർ രക്ഷയില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇട്ടിരിക്കുന്ന മുളക് ഇട്ടുണ്ട്, വഴുതനങ്ങ കിട്ടുന്നുണ്ട്. വഴുതനങ്ങ കിട്ടുന്നുണ്ട്, ഒരു തക്കാളി എല്ലാം ഉണ്ട് കേട്ടോ. മുളക്, തക്കാളി, അച്ചാറാട്ടാ. നൈസ് ടേസ്റ്റ് ആണ്. ഗുരുദ്വാര കേട്ടോ, കാണുന്ന വൈറ്റ് ഗുരുദ്വാരയാണ്. ഫുഡ് ഡേ കഴിഞ്ഞ് ഇനി എവിടേക്കാ? നേരെ റൂമിലേക്കല്ലേ? വി ആർ ഗോയിങ് ടു റൂം. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു?
അടിപൊളി അടിപൊളി ഫുഡ്. എൻ്റെ ഇല്ല കേട്ടോ, നീ ചോദിച്ചാന്. അമ്പലട്ടോ, ഗണപതിയോ, റെസ്റ്റോറൻറ്റും കാര്യങ്ങളും. അമ്പലം മെയിനാണ് ഇവിടെ. സ്റ്റോൺസ് ഒക്കെ ഉണ്ട്. സ്റ്റോൺസ് ഇതൊക്കെ നോർമൽ സ്റ്റോൺസ് ആണ്. ബാഗ്സ്, ലെതർ ബാഗ്സ്, ചെരുപ്പ്, ലെതർ കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല കോസ്റ്റ്ലിയാണ്. റേറ്റ് നല്ല റേറ്റ് പറയേണ്ടത്. താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് വെള്ളേക്ക് ഓടിപ്പിച്ചു. താഴേക്ക് ഇറങ്ങാനുള്ള ഇതൊരു ഘാട്ടാട്ടോ. ആക്ച്വലി ഇതൊരു ഘാട്ടാണ്. ഞാൻ കാണിച്ചോ കണ്ടോ കണ്ടോ. ഘാട്ടാണ്, ജഗന്നാഥ് ഘാട്ട്. ഹിസ്റ്റോറിക്കലി കുറേ കാര്യങ്ങൾ പറയാനുള്ള സ്ഥലങ്ങളാണ്. ഇതൊരു സ്ഥലമാണ്. കയ്യിലാണെങ്കിൽ അതിനെടുക്കോ ഇറക്കിയ ഇക്ലയാവൂല. അപ്പൊ inside you know so many clips, you know. This no cold, very hot, you know. Coming from Kerala.
When the Shiva Day, that's why it's making every 1 month one time. പ്രസാദം നൈസ്. അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞു റൂമിലേക്ക് തിരിച്ച് നടക്കാം. നാളത്തെ പരിപാടി കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ, സോ നമ്മൾ സ്ഥലം Bye, good night. Bye-bye. Okay. Bye, good night. See you. I do it now. Guys, bye.